ഹായ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ കീഴിലായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ സെക്കൻഡ് വീഡിയോ ആണ് ഇട്ടൊന്ന്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കുന്ന വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിലുടനീളം ഇടുന്നത്. കാരണം നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീപ്പിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. നമ്മുടെ ലൈഫിൽ ഒളിഞ്ഞിരിക്കുന്ന സീക്രട്സും നമുക്ക് എങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാം, നമ്മുടെ ബ്രെയിനിനെ കുറിച്ച്, നമ്മുടെ മൈൻഡിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് എങ്ങനെ ബ്രെയിൻ യൂസ് ചെയ്യാം, മൈൻഡ് പവർ യൂസ് ചെയ്യാം, നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ പുറത്തെടുക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോസിലൂടെയും എല്ലാം നിങ്ങൾക്ക് ഇനി മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ലൈഫിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ എങ്ങനെയാണല്ലേ നമുക്കൊരു മാനുവൽ ഇല്ല. നമുക്ക് ഇപ്പോൾ വാഷിംഗ് മെഷീനും ടി വി ഒക്കെ മേടിക്കുമ്പോൾ നമുക്കൊരു മാനുവൽ കിട്ടും. അപ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യണം നമുക്കറിയാം. പക്ഷെ നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ഓർഗനൈസ് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ട കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ എങ്ങനെ യൂസ് ചെയ്യണം, നമ്മളെ തന്നെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം +2 വരെ നമ്മൾ പഠിക്കും, +2 വരെ നമ്മൾ കരിയറിലോട്ട് പോകും, പിന്നെ അവിടെ ആ കരിയറിന് വേണ്ടി നമ്മൾ പഠിക്കും, പിന്നെ നമ്മൾ എന്താ ചെയ്യാം, പിന്നെ നമ്മൾ ജോലി കിട്ടി, ആ ജോലിയിൽ നമ്മൾ മുന്നേറും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ജീവിതത്തെ പറ്റിയിട്ടോ നമുക്ക് നമ്മളെ പറ്റിയിട്ടോ പഠിക്കാനോ അറിയാനോ ഉള്ളൊരു എന്താ പറയുക ഒരു പ്ലേസ് ഇല്ല. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മൾ എന്താണ്, നമുക്ക് വേണ്ട രീതിയിൽ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ. അങ്ങനെ പറ്റുമോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവും 100% നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കണം, യൂണിവേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കണം, ബ്രെയിനിനെയും മൈൻഡിനെയും കുറിച്ച് മനസ്സിലാക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്താണ് ആക്ച്വലി നമ്മുടെ ഒക്കെ ഉള്ളിലും പുറമേ ആയിട്ട് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ വീഡിയോസിലൂടെയും ഈ കാര്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ ബെറ്റർ വേർഷൻ, ഒരു ബെസ്റ്റ് വേർഷൻ, അതായത് കുറേ പേർക്ക് കുറേ ഗോൾസ് ഉണ്ടായിരിക്കും. എനിക്ക് ഇന്ന ഗോൾസ് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, അല്ലെങ്കിൽ എനിക്ക് പുതിയൊരു വീട് വെക്കണം, എനിക്ക് ഇപ്പോൾ ഉള്ള സാഹചര്യം പോരാ, എനിക്ക് പുതിയൊരു സാഹചര്യത്തിലോട്ട് പോകണം, അങ്ങനെ എനിക്ക് ഇപ്പോൾ ഉള്ള എന്നിൽ നിന്നും കുറച്ചൊരു മാറ്റം വരുത്തണം, ഒരു ബെറ്റർ വേർഷനിലോട്ട് പോകണം എന്നുണ്ട്. ആഗ്രഹം നിങ്ങൾക്ക് നല്ലതുണ്ട്. പക്ഷെ എന്താണ്, ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് കംപ്ലീറ്റ് പ്രോബ്ലംസ് ആണ്. അതായത് അവിടുന്ന് പ്രശ്നം വരുന്നു, ഇവിടുന്ന് പ്രശ്നം വരുന്നു, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, പിന്നെ പഴയ പോലെ തന്നെ ആവുന്നു, ഒരു മുന്നേറ്റം ഇല്ലാത്തൊരു അവസ്ഥ അല്ലേ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു അവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളാണോ നിങ്ങൾ? കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ നെഗറ്റീവായിട്ട് തോട്ട്സ് കാരണവും ചിന്തകൾ കാരണവും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആൻസൈറ്റി കാരണം, അല്ലെങ്കിൽ കുറേ പേടി, പണ്ട് നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ഇമോഷൻസ് കാരണം, ഇതൊക്കെ കാരണം ലൈഫിൽ ായി പെട്ടുപോയി കിടന്നിട്ട് പക്ഷെ ഒരു പുതിയ ജീവിതം ആഗ്രഹിക്കുന്ന ആളാണോ? ഒരു പുതിയ ജോലിയാവാം, പുതിയ വീടാവാം, പുതിയ രീതിയിലുള്ള പുതിയ മാറ്റങ്ങളായിരിക്കാം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ പുതിയൊരു വേർഷൻ, ഇപ്പോൾ നിങ്ങളെക്കാട്ടിലും ഒരു ബെറ്റർ വേർഷനിലോട്ട് എനിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ ആവാനുള്ള ബ്ലൂ പ്രിന്റ് ആണ് ഞാൻ തരാൻ പോകുന്നത്. ഈ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതല്ല. ടോപ്പ് ന്യൂറോ സയന്റിസ്റ്റ് നിങ്ങളുടെ ബ്രെയിനിൽ മാറ്റം വരുത്താനുള്ള, നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യണം. നിങ്ങളത് അറിഞ്ഞു വെച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോയിട്ട് കാര്യമില്ല അല്ലേ. നമ്മളൊക്കെ ചെയ്യുന്നുണ്ടാ, ഒരു വീഡിയോ കാണും, കുറച്ച് കാര്യങ്ങൾ കേൾക്കും, അപ്പോൾ നമുക്ക് എന്തോ കേട്ടൊരു ഫീലിംഗ് കിട്ടും, നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകും. അങ്ങനെ ഒരു വീഡിയോയിൽ നിന്ന് വേറെ വീഡിയോയിലോട്ട് നമ്മൾ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റവും വരില്ല. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഒരു വീഡിയോ കാണും, പിന്നെ നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകും, ഒന്നും അപ്ലൈ ചെയ്യില്ല. കുറേ അറിവ് എനിക്കുണ്ട്, എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരുന്നു, ഇന്നതുണ്ട് എന്നൊക്കെ. പക്ഷെ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല. വൺസ് ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങി, ഓരോ കാര്യങ്ങളും ക്ഷമയോട് കൂടി നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ലൈഫിലൊരു മിറാക്കിൾസ് ആയിട്ട് കാര്യങ്ങൾ മാറാൻ തുടങ്ങിയത്. നമ്മുടെ നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ഫീലിങ്സ് എല്ലാം മാറി തുടങ്ങിയത്. അപ്പം നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ടാവും, ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ. അപ്പോൾ നമുക്ക് എല്ലാം വളരെ മികച്ച കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, നന്നായി യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അത്രയും നല്ല നല്ല കാര്യങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ കുറേ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. നമ്മളോട് ഇപ്പം നിങ്ങൾ എറണാകുളത്ത് നിന്ന് നിങ്ങൾ ചോദിക്കുകയാണ്, കൊല്ലത്തേക്ക് പോകേണ്ട വഴി നോക്കുമ്പോൾ ഒരു 15-20 വഴി പറഞ്ഞു തരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിലിപ്പോൾ ഏത് വഴിയിലൂടെ ഞാൻ പോവും, ആകെ കൺഫ്യൂഷൻ ആവും. നമുക്ക് യാത്ര തന്നെ വേണമെന്ന് നമ്മൾ ആലോചിക്കും. ഇപ്പം പിന്നെ നമുക്ക് GPS കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയല്ല. നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാം, നമുക്കതൊന്നും ഇല്ല, നമുക്ക് സ്ഥലത്ത് പോകണം, ഒരാളോട് ചോദിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമുക്ക് എന്താ പറയുക, അങ്ങനെ കുറേ 10-20 വഴി ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഞാൻ ഈ വഴിയിലോട്ട് പോകേണ്ടത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് കുറേ കാര്യങ്ങൾ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പം നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് അടിമുടി മാറും. നിങ്ങൾക്ക് നിങ്ങളുടെ ബെറ്റർ വേർഷൻ ആവാൻ പറ്റും. ഇത് ഞാൻ തരുന്ന 100% ഉറപ്പാണ്. എന്തുകൊണ്ടാണെന്നറിയോ, ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന സ്റ്റെപ്സ് ടോപ്പ് ന്യൂറോളജിസ്റ്റ് ആൻഡ് ന്യൂറോ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്താണ് ഒരു റൈറ്റില്ല ഇതൊക്കെ പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾക്ക് ഒബ്വിയസ്ലി ചിന്ത ഉണ്ടാവാം, പക്ഷെ അത് ഉണ്ടാവണം ഇല്ലെങ്കിലും, കാരണം നമുക്ക് അറിയണം എന്താണ് എൻ്റെ ഒരു ഒതൻറ്റിസിറ്റി ഇത് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ. അതായത് എൻ്റെ പേര്, ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, രേഷ്മ രാധാകൃഷ്ണൻ. ഞാൻ സർട്ടിഫൈഡ് വെൽനസ് കോച്ചാണ്, മൈൻഡ് പവർ ട്രെയിനറാണ്, റിലേഷൻഷിപ്പ് കോച്ചാണ്. അതേപോലെ തന്നെ ഞാൻ ഒരു ബ്രെയിൻ റിസർച്ചർ ആൻഡ് ന്യൂറോ സയൻറ്റിസ്റ്റ് എന്തൂസിയാസ്റ്റ് ആണ്. ഇപ്പോഴും ഞാൻ ടോപ്പ് ന്യൂറോളജിസ്റ്റിനും ന്യൂറോ സയൻറ്റിസ്റ്റിനും ഒരുപാട് കോഴ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ വെബിനാർസും കോഴ്സസ് ഇപ്പോഴും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് തരാസ്വാട്ട്, അതേപോലെ ശ്വേതാദിത്യ, ജോ ഡിസ്പെൻസ, ഇവരുടെയൊക്കെ കോഴ്സുകളും കാര്യങ്ങളും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കമ്മ്യൂണിറ്റിയിലും കാര്യങ്ങളും ഇപ്പോഴും മെമ്പറാണ്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ അപ്ഡേഷൻസ്, കാര്യങ്ങൾ നമുക്ക് സത്യം പറഞ്ഞാൽ 1 മണിക്കൂറിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഹ്യൂജ് ഫീസാണ്. 1 മണിക്കൂറിനൊക്കെ 6000-7000 ഒക്കെ ഞാൻ കൊടുത്തിട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അറിവ് കിട്ടണം അല്ലേ. നമുക്ക് അവരൊക്കെ ഈ ന്യൂറോ സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ 8-9 വർഷം പഠിക്കുന്ന കാര്യങ്ങളാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവർ ഫീസ് വയ്ക്കും, പക്ഷേ നമ്മൾ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു മേഖല. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അങ്ങനെ കോഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്ത് ഞാൻ പഠിച്ചിരിക്കും. നമുക്ക് അറിവ് ലഭിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ലൈഫിൽ നമുക്ക് മാറ്റാൻ പറ്റണം. നമുക്ക് നമ്മളെ പറ്റി അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നല്ലൊരു ഗിഫ്റ്റ് ദൈവം തന്നിട്ട് അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നൊരവസ്ഥ, ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഒരാളൊക്കെ ഉണ്ടാവാൻ പാടില്ല. സോ ഓക്കെ, ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് അടിമുടി മാറും എന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. പാർട്ട് 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാർട്ട് 2ലാണ് നമ്മൾ എക്സാക്ട്ലി എന്തൊക്കെയാണ് സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ 2 ദിവസത്തിന് ശേഷം, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് 2 ദിവസത്തിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 1 എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് ലൈഫിൽ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുൻപ് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഇത് ഇന്ന് പ്രിപ്പറേഷനാണ്. കാരണം എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പറയാം, ഇന്ന കാര്യങ്ങൾ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മാത്രം അറിഞ്ഞ് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന വ്യക്തിയുണ്ട്. ഈ വ്യക്തി ഈ കാര്യങ്ങളങ്ങ് പോയി ചെയ്തിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരണം. ഓക്കെ, ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മാറ്റം വരും. പക്ഷെ തുടക്ക സമയത്ത് നമ്മൾ പല കാര്യങ്ങളും പിൻവാങ്ങാൻ കുറേ റീസൺസ് ഉണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അപ്പം നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. എങ്കിലാണ് നമുക്കത് ഫുള്ളായിട്ട് കറക്റ്റ് ചെയ്ത് ലൈഫിൽ റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. നിങ്ങൾ യൂഷ്വൽ ഒരു വീഡിയോ കാണുന്ന പോലെ ഇത് കണ്ട് നമ്മൾ നെക്സ്റ്റിലോട്ട് പോകരുത്. കിട്ടുന്ന അറിവ് ലൈഫിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ മാത്രമേ നമുക്ക് ലൈഫിൽ മാറ്റം വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഇത് ചെയ്ത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇനി വരുന്ന നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാറാൻ പോവുകയാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ സ്ട്രോങ് ഡിസിഷൻ എടുക്കുക. യെസ്, ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ മുന്നിൽ തടസ്സമോ പ്രയാസങ്ങളൊക്കെ വരും, അതൊന്നും എൻ്റെ പ്രശ്നമല്ല. ഞാൻ സ്ട്രോങ് ആയ ഡിസിഷൻ എടുക്കും. നമ്മളോട് കമ്മിറ്റ്മെൻ്റ് ആയിരിക്കുക. എപ്പോഴും നമ്മൾക്ക് കൊടുക്കുന്ന വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മളത് പാലിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്കിടെ നമ്മളൊരു വിശ്വാസമില്ലാത്ത ഒരാളെപ്പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നിങ്ങൾ ഫസ്റ്റ് എടുക്കുന്നത് സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആണ്. ഞാൻ കമ്മിറ്റഡ് ആണ്. ഓക്കെ, ഇൻട്രസ്റ്റും കമ്മിറ്റ്മെന്റും വ്യത്യാസമുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളെ എന്തെങ്കിലും എക്സ്ക്യൂസ് കണ്ടുപിടിക്കും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. കമ്മിറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ എന്താണെന്നറിയോ, നിങ്ങൾ ചെയ്തിരിക്കും. ഞാൻ ചെയ്യുന്ന ഒരു സ്ട്രോങ് ഡിസിഷൻ ഉള്ളിൽ കൊടുക്കുക. യെസ്, എനിക്ക് മാറ്റം വേണം, എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലോട്ട് പോകണം. ഞാൻ സ്ട്രോങ് ആയി ഡിസിഷൻ എടുത്തു. ഫസ്റ്റ് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാം. സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസാണ്. അതായത് നമ്മളൊരു പുതിയ ആളാവാൻ പോവല്ലേ, അപ്പം നമുക്ക് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇങ്ങനെ വരും, ഇമോഷൻസ് വരും. പണ്ട് ഞാൻ ചെയ്തിട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല, പണ്ട് നമ്മുടെ ബ്രെയിനിങ് നമുക്ക് ഇട്ട് തരും, പണ്ട് നീ അത് ചെയ്തിട്ട് ഫുൾ മണ്ടത്തരായിരുന്നില്ലേ. പണ്ട് നിങ്ങൾ, അതായത് ഈ വീഡിയോ കാണുന്നത് വരെ നിങ്ങൾ കുറേ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും അതുപോലെ ഒരുപാട് മോശം കാര്യങ്ങളൊക്കെ ചെയ്തൊരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഈ നിമിഷം നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, നിങ്ങൾക്ക് ചേഞ്ച് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പാസ്റ്റ് അങ്ങ് ഉപേക്ഷിച്ച് നമ്മൾ പുതിയ ഫ്യൂച്ചറായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് പറയുമ്പോൾ മനസ്സിലാവും. ഇനി നിങ്ങളുടെ പാസ്റ്റ് ഇമോഷൻസ് നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ ഇനി പുതിയ ഫ്യൂച്ചറിലോട്ടാണ് ആവശ്യം. ഓക്കെ, എപ്പോഴും നമുക്ക് അറിയുന്നൊരു കാര്യത്തിൽ ഇരിക്കാനായിരിക്കും നമ്മുടെ ബ്രെയിൻ നമ്മളതിനെ ഫോഴ്സ് ചെയ്യുക. അതായത്
പാസ്റ്റത്തെ തടഞ്ഞു. അതുകൊണ്ടാണ് പലരും കുറ്റബോധത്താലും പ്രയാസത്താലും ഇങ്ങനെ ബുദ്ധിമുട്ടി നീർ ജീവിക്കുന്നത്. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ബ്രേക്കപ്പ് ഉണ്ടായി, അത് ഞാൻ അവരോട് അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, ഗിൽട്ടും ഷെയിമും ഫിയറും ഒക്കെ പിടിച്ച് കെട്ടിയിരിക്കുക. അതൊക്കെ അങ്ങ് വിട്ട് കളയാ. പണ്ട് നടന്ന കാര്യം കഴിഞ്ഞു. നിങ്ങൾ ആരോടും തെറ്റ് ചെയ്ത് പോയിട്ട് നിങ്ങൾ അവരോട് ക്ഷമ ചോദിക്കുക, അവർ അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ മനസ്സിൽ അത് വിട്ട് കളയുക. പണ്ട് നടന്നത് കെട്ടിപ്പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിൽ വരും. നിങ്ങൾ പുതിയ കാര്യം ചെയ്യാൻ പോകുമ്പോൾ, നിങ്ങൾ പുതിയ ബിസിനസ് ചെയ്യാൻ പോകുന്ന ആളാവാം, പുതിയ വീട് വയ്ക്കാൻ പോകുന്ന ആളാവാം, പണ്ട് നടന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ ഉള്ളിലോട്ട് വരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്നറിയോ, പണ്ടത്തെ കാര്യം പണ്ട്, ഇപ്പൊ തൊട്ട് ഞാൻ പുതിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇനി ഞാൻ ആലോചിക്കേണ്ട ആവശ്യമില്ല. പണ്ട് എൻ്റെ ജീവിതത്തിൽ പലതും ഉണ്ടായിട്ടുണ്ടാവും, അത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഫ്യൂച്ചറിലും വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതവിടെ നടന്നു, ഞാൻ വിട്ടു. ഓക്കെ, ഇത് ഇനി നിങ്ങൾ ഇമോഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾ അതിന് മൈൻഡ് ചെയ്യരുത്. അത് വന്ന് പൊക്കോളും. നമ്മളത് മൈൻഡ് ചെയ്ത് ഫീൽ ചെയ്ത് അതിൻ്റെ പിറകെ പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ, ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നമ്മളിന്ന് നഷ്ടപ്പെടുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ക്രിസ്പി സ്റ്റെപ്സ്, ബ്ലൂ പ്രിന്റ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരും. അതിന് മുൻപ് നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയണം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ പുതിയ കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതെ ഒരു മൂലയ്ക്ക് പോയിരിക്കും. അത് പാടില്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് മാറ്റം വരണം. ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണായിട്ട് മാറാൻ നമുക്ക് എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മുടെ സാഹചര്യം, നമ്മൾ വളർന്ന എൻവയോൺമെന്റ്, കൾച്ചർ, അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളിങ്ങനെ ആക്കിയിരിക്കുന്നത്. ഇനി മാറാം, ആർക്കും മാറാം, 100% ഷുവറാം. ഓക്കെ, നിങ്ങളുടെ ബ്രെയിൻ ന്യൂറോ പ്ലാസ്റ്റിക് ആണേ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും. അതിന് കറക്റ്റ് സ്റ്റെപ്സ് അറിയണം. അത് ഞാൻ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കറക്റ്റായി പറയും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പാസ്റ്റ് കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പണ്ടത്തെ സാധനങ്ങൾ ഒന്നും ആലോചിച്ചിരിക്കേണ്ടത്, അത് കഴിഞ്ഞു പോയി. ഇനി നമ്മൾ പുതിയ ഫ്യൂച്ചറിലോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഈ പാസ്റ്റ് ഇമോഷൻസ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ആ പഴയ വ്യക്തിയായി മാറും. അപ്പോൾ ആ ഇമോഷൻസ് വരുമ്പോൾ പുതിയ ഇമോഷൻസ് ആലോചിക്കുക. ഓക്കെ, പുതിയ ഫ്യൂച്ചറിലോട്ട് പോകാൻ പോകുന്ന ആ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് ആലോചിക്കുക. അതിലോട്ട് പോകുന്നതും അതിലോട്ട് എൻജോയ് ചെയ്യുന്നതും മാത്രം ആലോചിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ പയ്യനെ ഫേഡായി പോയിട്ട് നിങ്ങൾ പുതിയ വ്യക്തിയായിട്ട് മാറാൻ പോകും. ആ പുതിയ ആളിലോട്ടുള്ള എനർജി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ വരും, വന്നോട്ടെ, എനിക്കിതിൻ്റെ ആവശ്യമില്ല. പണ്ട് ഞാൻ ബാല മടത്തറ ചെയ്തിട്ടുണ്ടാവും, ചെയ്തോട്ടെ, എന്താണ്, ഞാൻ ചെയ്തു പോയി, അതെൻ്റെ പഴയ കാലം. ഇപ്പം തൊട്ട് ഈ വീഡിയോ കാണുന്ന സമയം തൊട്ട് ഞാൻ പുതിയൊരു വ്യക്തിയാണ്. ആ പണ്ടത്തെ ബാഗേജും തൂക്കി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ലെന്ന് നിങ്ങളോട് പറയണം. അപ്പം അത് ഈ പഴയ ആലോചന വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, പുതിയ ആലോചന, നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങൾ മനസ്സിൽ നിറയ്ക്കണം. പുതിയ നിങ്ങളുടെ വേർഷൻ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ഇല്ലാത്ത ഒരാളാണ്, ജോലി വേണം എന്നാണ് നിങ്ങളുടെ ആവശ്യം എന്ന് വിചാരിക്കുക. അപ്പോൾ ഒറ്റ വേർഷൻ. അപ്പോൾ ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജോലിയാണോ ആവശ്യം ആ ജോലി കിട്ടിക്കഴിഞ്ഞതായിട്ടും ആ ജോലിയിലോട്ട് പോകുന്നതായിട്ടും അത്തരത്തിലുള്ള ചിന്തകൾ കൊടുക്കുക. അല്ലാണ്ട് നിങ്ങൾ ഇന്റർവ്യൂവിന് പോയി അത് കിട്ടിയില്ല, ആ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിക്കേ വേണ്ട. അതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം. മനുഷ്യൻ നമ്മൾ എന്താണ്, ഇപ്പൊ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് എന്തെങ്കിലുമൊക്കെ പണ്ട് ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ, അയ്യോ അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെ ആയല്ലോ, അന്ന് വീഡിയോ ഇട്ടപ്പോൾ വ്യൂസ് കിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ, ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ, അങ്ങനെയൊക്കെ ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് പുതിയ വീഡിയോ എടുക്കാൻ പറ്റും? ഇല്ല. പണ്ട് നടന്ന് കഴിഞ്ഞു, എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് പണ്ടത്തെ കാര്യം കെട്ടിപ്പിടിച്ചിരിക്കാൻ സമയമില്ല. അത് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ലൈഫ് ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്കാൻ നമുക്ക് സാധിക്കുന്നേ. അപ്പൊ ഈ കാര്യം നിങ്ങൾ മനസ്സിലോട്ട് വെക്കണം. പാസ്റ്റ് ഇമോഷൻസിന് വിട നൽകുക. പണ്ടത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇനി ആലോചിക്കുന്നില്ല. പുതിയ ഫ്യൂച്ചറിലോട്ട് നമ്മൾ പോകാൻ പോകുന്നത്. ആ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. എല്ലാം കൂടി ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോയിട്ടു. അതുകൊണ്ടാണ് ഞാൻ പ്രിപ്പറേഷൻ വീഡിയോ ഫസ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ ഒരു കാര്യം, ഒരു മാറ്റം ലൈഫിൽ വരണമെങ്കിൽ ഒരു ദിവസം 2 ദിവസം ചെയ്തിട്ട് നിർത്തരുത്. ഒന്നും സംഭവിക്കാൻ പോണില്ല. മിനിമം ഒരു 66 ഡേയ്സ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ ബ്രെയിനിൽ ആ മാറ്റം വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മിനിമം 66 ഡേയ്സെങ്കിലും നിങ്ങൾ ചെയ്യണം. ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞു തന്ന ആ സ്റ്റെപ്സ് നിങ്ങൾ 66 ഡേയ്സ് ചെയ്യണം. നിങ്ങൾ 66 ഡേയ്സ് എന്ന് വിചാരിക്കേണ്ട. ഓരോ ദിവസവും നിങ്ങൾ എനിക്ക് നാളെ ചെയ്യണം, മറ്റന്നാൾ ചെയ്യണം, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് 66 ഡേയ്സ് ഒരു 2 മാസം അത്രേ ഉള്ളൂ. ആ 2 മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്നും നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന, രാവിലെ എഴുന്നേറ്റ് ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിൽ വേണം, ഞാനിത് അത്ര ദിവസം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എൻ്റെ ലൈഫിൽ മാറ്റം വരത്തുള്ളൂ എന്നൊരു ധാരണ ഉള്ളിൽ വേണം. ഇപ്പം നമ്മൾ കോഴി അടയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? എങ്ങനെയായിരിക്കുന്നത്? 21 ദിവസം ഇരിക്കുമല്ലേ? 21 ദിവസം ഇരിക്കുമ്പോഴല്ലേ ആ ഒരു കോഴിക്കുഞ്ഞ് പുറത്തോട്ട് വരുന്നേ. കോഴി ഒരു 10 ദിവസത്തേക്ക് നീച്ചു പോയാലോ കോഴിക്കുഞ്ഞും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല.
പുതിയ ജീവനാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ നമുക്കൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ കമ്മിറ്റഡ് ആയി ഡിസിഷൻ എടുത്തുകൊണ്ട് നമ്മൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പുതിയ നമ്മളിലേക്ക് മാത്രം കണക്ഷൻ കൊടുക്കുക. അപ്പൊ നമ്മൾ ആ പുതിയ ഒരു വേർഷനിലോട്ട് നമ്മുടെ എനർജിയും കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആവും. ആ പഴയ കണക്ഷൻ മാറും. അപ്പൊ എന്താ ചെയ്യുക, 66 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രാക്ടീസസ് ചെയ്യുക. എന്ത് വന്നോട്ടെ, എന്ത് തടസ്സം വന്നോട്ടെ, തടസ്സങ്ങൾ വരും. നെക്സ്റ്റ് പോയിന്റ് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ 66 ദിവസം ഈ കാര്യം ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് പുതിയ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അത് കൺസിസ്റ്റന്റ് ആയിട്ട് മിനിമം ഒരു 2 മാസം ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്വേസ് കണക്ഷൻ സ്ട്രോങ് ആയി, സിനാപ്റ്റിക് കണക്ഷൻ സ്ട്രോങ് ആയി, നിങ്ങൾ പോലും പറയുന്നത് നിങ്ങളുടെ ബെറ്റർ വേർഷനായി മാറിയിട്ടുണ്ടാവും. അത്ര കിടിലൻ സ്റ്റെപ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പോകുന്നത്. പ്ലീസ് ഡു അപ്ലൈ ഇൻ യുവർ ലൈഫ്. കാരണം ലൈഫ് മാറും. അത്രയും ടോപ്പ് ന്യൂറോ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ ലൈഫ് മാറണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. അപ്പം അതൊന്നും എല്ലാ കാര്യങ്ങളിലും കൂടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ആ മിസ്റ്റേക്സ് പറ്റാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു പ്രിപ്പറേഷൻ ഫേസ് ഇട്ടത്. കാരണം പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഡിലേസ് വരും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ, നമ്മൾ ബ്രെയിനിനെ പറ്റി കുറച്ചൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ബ്രെയിൻ വളരെ ട്രിക്കിയാണ്. ഒരിക്കലും നിങ്ങളൊരു പുതിയ കാര്യത്തിലോട്ട് ബ്രെയിൻ സമ്മതിക്കില്ല പോവാൻ. എന്തെന്നറിയോ, നിങ്ങൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ ബ്രെയിൻ പറയും ഇതൊക്കെ ചെയ്യണോ, ഇതൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങിക്കൂടെ, നിനക്ക് എന്തൊക്കെ ആ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് നമ്മുടെ കംഫർട്ട് സോണിലേക്ക് നമ്മൾ ഇങ്ങനെ ആക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 15 സ്ഥലത്ത് ഞാൻ ഈ ഫോണും ഈ ലൈറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരാണ്, അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിലാണ്. അപ്പോൾ ഷാഡോ അടിക്കും, ചിലപ്പോൾ ലൈറ്റ് കിട്ടില്ല, ലൈറ്റ് കണക്ഷൻ ചിലപ്പോൾ ഹോൾഡറിൽ പറ്റില്ല. അങ്ങനെ ഞാൻ ഇത് മാറ്റി വെച്ച് ഇപ്പോൾ വീഡിയോ എടുക്കുകയാണ് ഞാൻ. അപ്പോൾ ടെൻഷൻ അടിച്ചൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയില്ല. ഇതാണ് സൊല്യൂഷൻസ്. നമ്മളുടെ പുതിയ കാര്യത്തിലോട്ട് പോകുമ്പോൾ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. എനിക്കത് ചെയ്യണം, ഞാനിത് ചെയ്യും, അത്രേ ഉള്ളൂ. ബ്രെയിൻ നമ്മളെ ലിംബിക് സിസ്റ്റം എന്ന് പറയും. ബ്രെയിനിൻ്റെ ഈ ലിംബിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയിട്ടുള്ളവർക്ക് എന്തെന്നറിയോ, നമുക്ക് എപ്പോഴും നമ്മുടെ ലിംബിക് സിസ്റ്റം നമ്മുടെ അമ്മയെ പോലെയൊക്കെ, മോനെ നീ നേരെ ഇരിക്കുക. ഇപ്പോൾ ഇത് കാണുന്ന വ്യക്തിയുടെ പേര് അർജുൻ എന്നാണെങ്കിൽ, അർജുൻ നീ എന്തിനാ ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്, നീ 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 ഇതൊന്നും ചെയ്യണ്ട, നീ കംഫർട്ടബിൾ ആയിട്ടിരിക്കും. നിങ്ങളെ കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല രീതിയിലും എന്ത് ചെയ്യുന്നറിയോ, നിങ്ങളൊക്കെ ഓരോ ചിന്തകളും ഓരോ ഒബ്സ്റ്റക്കിൾസും ഇട്ട് തരും. എന്ത് വന്നാലും ഞാൻ മുന്നോട്ട് പോകും. അത് കുറച്ച് ദിവസമുള്ള ബ്രെയിനിന്റെ ട്രിക്കി പാട്ടാണ്. പക്ഷെ നിങ്ങൾ വൺസ് അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ബ്രെയിനിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബ്രെയിൻ എന്ത് ചെയ്യും, ആ ലിംബിക് സിസ്റ്റം ഷട്ട് ഡൗൺ ആവും, കുറച്ച് സമയം ഉണ്ടാണ്ടിരുന്നോളും. അത് നമ്മൾ തുടങ്ങുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം ഷട്ട് ഡൗൺ ആവും. പക്ഷെ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ബ്രെയിൻ നമുക്ക് ഒബ്സ്റ്റക്കിൾസ് തരും, മടി തരും, കുറേ കാര്യങ്ങൾ ഇട്ട് തരും. നമ്മുടെ മനസ്സിൽ പക്ഷെ അവയർനെസ് ഉണ്ടാവണം, കോൺഷ്യസ് ആയിട്ടിരിക്കണം. അതായത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ മുന്നോട്ട് പോകും. ഈ വരുന്നതും തടസ്സങ്ങളും എൻ്റെ ചിന്തകളൊക്കെ ബ്രെയിൻ ഇട്ട് തരുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതിൻ്റെ പിറകെ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും എൻ്റെ പഴയ അവസ്ഥയിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. പുതിയൊരു അവസ്ഥയിലോട്ട്, അല്ലെങ്കിൽ പുതിയൊരു ബെറ്റർ വേർഷൻ ഓഫ് എൻ്റെ ഒരു ബെറ്റർ വേർഷൻ, എനിക്ക് ഹൈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഈ ജോലിയോ വീടോ എന്തായാലും ആ ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്നിലേക്ക് വരണമെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റി മാറണം. ഓക്കെ, അതിനുള്ള സ്റ്റെപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പൊ പേഴ്സണാലിറ്റി മാറിയാൽ നിങ്ങളുടെ പേഴ്സണൽ റിയാലിറ്റി മാറത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്ന ഈ തടസ്സങ്ങളെ ഒന്ന് തട്ടി മാറ്റാൻ നമുക്ക് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ആ ഒരു സ്ട്രോങ് ഡിസൈറോടുകൂടി മുന്നോട്ട് പോകണം. ബ്രെയിൻ ലിംബിക് സിസ്റ്റം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും സാരമില്ല, എനിക്ക് എൻ്റെ ഇതിലോട്ട് പോകണം. നമ്മുടെ ബോഡി ഇപ്പോൾ കുറേ കെമിക്കൽസിൽ നമ്മളെ ബോഡി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ പുതിയൊരാളായി പോകാൻ പോകുമ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസിൽ മാറ്റം വരും. അപ്പോൾ എന്താണ്, ബോഡിക്ക് പഴയ കെമിക്കൽസ് വേണം. ബോഡി ക്രേവ് ചെയ്യും. നമുക്ക് ഷുഗർ ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതേപോലെ ബോഡി എന്ത് ചെയ്യുന്നറിയോ, എനിക്ക് ഈ കെമിക്കൽസ് വേണം എന്നുള്ളൊരു ക്രേവിങ്. അപ്പോൾ ബോഡി എന്ത് ചെയ്യും, ബോഡി മൈൻഡായിട്ട് ബോഡീനെ നമുക്ക് ഒരു ഇത് തരില്ല, ഒരു കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബോഡി നമ്മളെ സമ്മതിക്കില്ല. ബോഡിക്ക് പഴയ ഇതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിനെ ബോഡി കൺവിൻസ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് വേദനകളുടെ പോലെ, നമുക്ക് ക്ഷീണം പോലെയും, നമുക്ക് അങ്ങനെയൊക്കെ ബോഡി ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, നിങ്ങൾ അതൊക്കെ ഉണ്ടാവുന്നുള്ള മനസ്സിലാക്കണം. ഇങ്ങനെ കുറച്ച് പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടാവും, അത് കുറച്ച് ദിവസമേ നിലനിൽക്കുള്ളൂ. നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഈ ബ്രെയിൻ പാർട്സ് എല്ലാം മാറി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. പക്ഷേ ആ തുടക്ക ഫേസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരം. അതായത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരാൾ PSC കോച്ചിങ്ങിന് പോകുന്ന ആളാണെങ്കിൽ
നിങ്ങൾക്ക് ജോബ് കിട്ടണം എന്നല്ല ആഗ്രഹം. അപ്പം നിങ്ങളോട് ഒരാൾ ചോദിക്കും എങ്ങനെയുണ്ട് കോച്ചിങ്? കോച്ചിങ് ഒക്കെ അങ്ങനെ പോണു, ഇത്ര പേര് എഴുതുന്നുണ്ട്, എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ കാര്യങ്ങൾ പറയരുത്. എനിക്ക് കിട്ടും എന്ന് നിങ്ങൾ മനസ്സിൽ വേണം. കോച്ചിങ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സൂപ്പറായി പോണു, എനിക്ക് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം സിമെൻറ്റിൻ്റെ വിലയ്ക്ക് എത്രയാ, കമ്പിയുടെ വിലയ്ക്ക് എത്രയാ എന്നൊക്കെ നടക്കും. അങ്ങനെയല്ല പറയേണ്ടത്. നമുക്ക് വേണ്ട രീതിയിൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ ഒരാളെടുത്ത്. നിങ്ങൾക്ക് ഹെൽത്ത് പെർഫെക്റ്റ് ആക്കണ ഒരാളെ വിചാരിക്കുക, നിങ്ങളുടെ ഹെൽത്ത് മാറ്റുന്ന ഒരാളെ വിചാരിക്കുക. അപ്പം നിങ്ങളോട് ഒരാൾ ചോദിക്കുക എങ്ങനെയുണ്ട് അസുഖം? ഇപ്പം നിങ്ങൾക്ക് അസുഖമുള്ള സമയമായിരിക്കും, അവൻ നിങ്ങൾ പോയി പറയാണ് എന്താ ചെയ്യുക, എന്നും അസുഖം, എനിക്ക് ഒരു സുഖമില്ല. നിങ്ങൾ ഈ പ്രാക്ടീസസ് ചെയ്യുവാണ്, നിങ്ങൾ പറയുന്നത് ഈ കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങളും വേണ്ടത് മാത്രം നമ്മൾ സംസാരിക്കാം. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഒരാളെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ആരോഗ്യമാണ്, അടിപൊളിയായിട്ട് ഇരിക്കണു എന്ന് പറയണം. നിങ്ങൾ 10 വട്ടം പറഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ ബോഡി ആ കമന്റ് അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും, നമ്മുടെ സെല്ലുലാർ ലെവലോട്ട് മാറാൻ തുടങ്ങും. ഞാൻ വേറെ എപ്പിസോഡ് ഇടുന്നുണ്ട്, എങ്ങനെയാണ് മൈൻഡ് നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളും കൺട്രോൾ മാറ്റുന്നത് എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് സെല്ലുലാർ ലെവലിലോട്ട് നമ്മുടെ ബോഡിയിലെ ചേഞ്ച് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സംസാരവും പ്രവൃത്തിയും നിങ്ങളുടെ ആക്ഷൻസിന് സമമായിട്ടായിരിക്കണം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് ഒരാളെടുത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യത്തെ പറ്റിയോ നിങ്ങളുടെ ലൈഫിനെ പറ്റിയോ സംസാരിക്കരുത്. ഇപ്പം എന്താ ചെയ്യുന്നത്, എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല അല്ലേ, നമ്മുടെ മലയാളികളുടെ സ്ഥിരം ഒരു സംസാരമാണ് കുഴപ്പമില്ല. കുഴപ്പമില്ലായ്മയല്ല, അടിപൊളിയായിട്ടിരിക്കണോ, എങ്ങനെ എന്തൊക്കെ വിശേഷം, സുഖമായിട്ടിരിക്കണോ, നന്നായിട്ട് എല്ലാ കാലവും ഉഷാറായിട്ട് പോകണമെന്ന് പറഞ്ഞു നോക്കി. ഉള്ളിലൊരു പവറാണ്. അപ്പൊ നമുക്ക് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക, നല്ല കാര്യങ്ങൾ സംസാരിക്കുക. ഇപ്പൊ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, ഇതിലോട്ട് വരുമ്പോൾ എങ്ങനെ ഇതിലോട്ട് വരുന്നത്, ബാംഗ്ലൂർ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ, കാര്യങ്ങളില്ലേ. അപ്പൊ അത് കേട്ട് എനിക്ക് മിണ്ടാതെ പോയിരിക്കാം, പക്ഷെ എനിക്കറിയാം എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകണം. ഐ ഹാവ് സെറ്റ് മൈ ഗോൾസ്. ഞാൻ എൻ്റെ ഗോൾസ് പെർഫെക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം എനിക്ക് അറിയാം എന്താ ചെയ്യണമെന്നുള്ള എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിയില്ല. എനിക്ക് ഗോൾസ് ഉണ്ട്, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ പറയും. ഞാൻ അത് കേട്ട് വിഷമിച്ചിരിക്കാറില്ല. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പറയാം. നമ്മൾ കളിയാക്കാൻ സാരമില്ല. ഓക്കെ, നമ്മളോടൊരു കാര്യം, നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക, കംപ്ലൈൻറ്റ്സ് ചെയ്യുക, ഗോസിപ്പ് പറയുക, ഇതൊക്കെ നിർത്തുക. നിങ്ങൾ നിങ്ങളുടെ ബെറ്റർ വേർഷനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പുതിയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ളവരുടെ ഗോസിപ്പും കംപ്ലൈൻറ്റും നിങ്ങൾ കാണുന്ന കാര്യം, നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ ഗോൾസായിട്ട് അലൈൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണാം. ഒരുപാട് നെഗറ്റീവ് ന്യൂസസും അതുപോലെ ക്രൈം ത്രില്ലേഴ്സും അതുപോലെ ഈ നെഗറ്റിവിറ്റി കുറേ കേസുകളും കാര്യങ്ങളൊക്കെ കണ്ട് അതിന് നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ എനർജിയും ഫ്രീക്വൻസിയും ഒന്നും നിങ്ങളുടെ ഗോൾസായിട്ട് മാച്ച് ആവില്ല. നിങ്ങൾക്ക് പുതിയൊരു വേർഷനായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു എന്താ പറയുക, അത്യപൂർവമായ കാര്യങ്ങൾ സംഭവിക്കണം, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആസ് എ വ്യക്തി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പേഴ്സണൽ റിയാലിറ്റി ചേഞ്ചിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങൾ ചേഞ്ച് ആവണം. ഒരേ വ്യക്തിയായിട്ട് നിന്ന് പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒരിക്കലും എത്തത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ആളുകളോട് സംസാരിക്കുക, ഹൈ വൈബ്രേഷൻ വേർഡ്സ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് വേണം, ഇപ്പം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കടത്തെ പറ്റിയിട്ടോ കാര്യങ്ങളെ പറ്റിയിട്ടോ, ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ കടം ഉണ്ടായിരിക്കാം, എന്ത് സാഹചര്യം ആയിക്കോട്ടെ, ആ സാഹചര്യത്തിലോട്ടല്ല നമ്മൾ നോക്കുന്നത്. കാരണം നമ്മൾ പുതിയ ഫ്യൂച്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാം. ഓക്കെ, സംസാരം സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ കുറ്റം പറച്ചിൽ നിർത്തുക, ഒരാളുടെ കുറവിലോട്ട് ഫോക്കസ് ചെയ്ത് നിർത്തുക. നിങ്ങൾക്ക് വേണ്ട നല്ല കാര്യങ്ങൾ മാത്രം ആളുകളോട് സംസാരിക്കുക. നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും എല്ലാം മാച്ച് ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് ഒന്നുകൂടി വായിച്ച് നോക്കി അപ്ലൈ ചെയ്യണം കേട്ടോ. എങ്കിലാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ആ പവർഫുൾ സ്റ്റെപ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തുള്ളൂ. ആൻഡ് നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ വേർഷൻ ആവണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ബിലീഫ് സിസ്റ്റം നിങ്ങൾ അറിയണം. നിങ്ങൾ ബുക്കും പെന്നും എടുക്കുക. നല്ല പ്രയാസമാണല്ലേ ബുക്കും പെന്നൊക്കെ എടുത്ത് എഴുതണ്ടേ? ഒന്ന് എഴുതും മാഷേ, ഒന്ന് എഴുതി നോക്കൂ. എഴുതി നോക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന ചിന്ത, ജേർണലിംഗ് എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ കുടുങ്ങി കിടപ്പുണ്ട്. ഈ കാര്യം ഇപ്പം നമുക്കൊരു വീട്ടിൽ പ്രേതബാധ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ ഒരു മന്ത്രവാദി വന്നിട്ട് ആ പ്രേതത്തിനെ പുറത്തിറക്കുമ്പോഴല്ലേ എവിടെയാണോ പ്രേതം നമുക്ക് മനസ്സിലാവത്തുള്ളൂ, അന്നാണ് ആ പ്രേതത്തിനെ നമുക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന കുറേ ചിന്തകളുണ്ട്. ആ ചിന്തകൾ കാരണം നിങ്ങൾ ഓരോ ദിവസവും ഓട്ടോമാറ്റിക് ലൂപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, ബാത്റൂമിൽ പോകുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഓഫീസിൽ പോകുന്നു, അവിടെ കുറേ റിയാക്ട് ചെയ്തു, പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക് പോകുന്നു, വീട്ടിൽ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കടന്നുറങ്ങുന്നു, അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ലൂപ്പിൽ പോകുന്നു. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചിന്തിക്കുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു, അതിനനുസരിച്ച് റിസൾട്ട് നിങ്ങൾക്ക് വരുന്നു. നല്ലതാവാം, ചീത്തയാവാം, മോശമായിട്ടുള്ളതാവാം. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ കൺട്രോൾ ചെയ്തിട്ട് പോകുന്ന അവസ്ഥയാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ,
ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ വീട് പണിയാണെങ്കിൽ ആ ഒരു ലക്ഷ്യത്തെപ്പറ്റി നിങ്ങളുടെ ചിന്ത എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ബെറ്റർ വേർഷനാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല ചിന്തകളായിരിക്കണം. നമ്മൾ സൂപ്പറാണ്, നമ്മൾ ഫെൻറ്റാസ്റ്റിക് ആണ്. അങ്ങനെ നമുക്ക് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആ ബിലീഫ് സിസ്റ്റം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങളൊരു പേപ്പറിലോട്ട് എഴുതുക. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അയ്യോ ഞാൻ ഒന്നും നേടാത്തവനാണ് അങ്ങനത്തെ ചിന്തയൊക്കെ മാറ്റുക. ആ ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ എഴുതി പകരം പോസിറ്റീവ് ചിന്ത അവിടെ എഴുതണം. അതായത് നിങ്ങൾക്ക് നിങ്ങളെ കുറച്ച് തോന്നുകയാണ്. ഞാനീ പറഞ്ഞ നിങ്ങൾ വിചാരിക്കുമോ കുറേ സ്റ്റെപ്പ് കുറേ കേട്ട് മാറ്റും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ലൈഫിൽ ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ. അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുള്ളൂ. അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ മാറ്റം വരില്ല. ഒരു മാറ്റം സംഭവിക്കില്ല അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ. ഇതൊക്കെ അറിഞ്ഞു വെച്ചു അടുത്ത വീഡിയോ സ്ക്രോൾ ചെയ്താൽ ഒന്നും വരില്ല. വൺസ് നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴേ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുള്ളൂ. മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ വീഡിയോ മാത്രമാണ്. മനസ്സിലായോ? ആ കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം എന്താ? മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക. ഒരു പേപ്പറും പെന്നും പോയി എടുത്തോളും. മടിയുണ്ടാവും. പേപ്പറും പെന്നൊക്കെ എടുക്കുക, പോവുക, എടുക്കുക, എഴുതുക. ഓക്കെ, ആ ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് എഴുതുക. എന്നിട്ട് ഈ പോസിറ്റീവ് തോട്ട്സ് നിങ്ങൾ മാക്സിമം വായിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴോ നിങ്ങൾക്ക് പറ്റുന്ന സമയം നിങ്ങൾ വായിച്ച് നിങ്ങൾ ആ പോസിറ്റീവ് തോട്ട്സിലോട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ മാറ്റിയെടുക്കണം. ഓക്കെ, അപ്പോഴാണ് ആ ചേഞ്ച് സംഭവിക്കുക. നിങ്ങളുടെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ബിലീഫ് എന്താ, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ചിലർക്ക് നമ്മളെ കുറിച്ചിട്ട് ഇപ്പം മോശമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ വൈബ്രേഷൻ എത്ര ഡൗൺ ആവുമെന്നറിയോ? നിങ്ങളുടെ ഫീലിങ്സ്, അതിലേക്ക് നമുക്ക് വരാം. ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം, നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പോസിറ്റീവായിട്ട് എഴുതി വയ്ക്കുക. ആ കാര്യങ്ങൾ നിങ്ങൾ വായിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ എന്ത് വരുള്ളൂ, ആ മാറ്റം വരുള്ളൂ. നിങ്ങൾ ആ വ്യക്തിയിൽ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്കൊരു കാര്യം, നിങ്ങളുടെ ബ്രെയിനിന് ഒരു ഫിൽട്ടർ സിസ്റ്റം ഉണ്ട്. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് മാത്രമേ ബ്രെയിൻ ഫിൽട്ടർ ചെയ്ത് നമുക്ക് കാണിച്ചു തരത്തുള്ളൂ. നമ്മൾ വിശ്വസിക്കാത്ത കാര്യങ്ങൾ ബ്രെയിൻ നമുക്ക് കാണിച്ചു തരില്ല. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ. ഇപ്പം നമ്മൾ വിശ്വസിക്കുകയാണ് ഈ ചുറ്റും ഒരു വീട് വെക്കുന്ന വീട് വെക്കലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്, എല്ലാത്തിനും വിലയാണ് അങ്ങനെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ബ്രെയിൻ തരുള്ളൂ. തടസ്സങ്ങളും കാര്യങ്ങളും വിട്ടുതരും. മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ലോകത്തെ എല്ലാവരും ദുഷ്ടന്മാരാണ്, ഒരാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരെ ബ്രെയിൻ ഇങ്ങനെ ഇട്ട് തരും. ബ്രെയിൻ കാണിച്ചു തരും, ഫിൽട്ടർ ചെയ്ത് കാണിച്ചു തരും. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള വിശ്വാസം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നേരത്തെ ലക്ഷ്യത്തെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. ആ വിശ്വാസം നിങ്ങൾ മാറ്റണം. ഒരു പേപ്പറിൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആ പേപ്പറിൽ എഴുതി അതിന് പകരം പോസിറ്റീവായിട്ട് എഴുതി അതിലോട്ട് ഫോക്കസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെച്ചിരിക്കണം. ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങൾ എടുക്കണം. പണ്ടത്തെ പാസ്റ്റ് മറന്നേക്ക്. നമ്മളിനി പുതിയ ഫ്യൂച്ചർ ഇമോഷൻസിലോട്ട് മാത്രമാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ആ ഫ്യൂച്ചറിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ മറന്നു കളയാം, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ 66 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ നമ്മുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ സർക്യൂട്ട് ഫോം ചെയ്ത് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയിലോട്ട് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഫ്രീക്വൻസി, നിങ്ങളുടെ വൈബ്രേഷൻ ഒക്കെ മാറി തുടങ്ങും. ഓക്കെ, ആ 66 ദിവസം എത്തുമ്പോഴത്തേനും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ചേഞ്ചസ് വരിക. പഠിക്കുന്ന ഏത് കാര്യം ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബിലീവ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബിലീവ് സിസ്റ്റം നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് ചിന്ത എന്താ, ഒരു ഓട്ടോമാറ്റിക് ലൂപ്പിൽ നിന്ന് നിങ്ങൾ പുറത്തോട്ട് വരണം. ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ആളെ പോലെ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം പ്രവർത്തിക്കാതെ നിങ്ങളുടെ ചിന്തകളുടെ മേലിലും നിങ്ങളുടെ ഇമോഷൻസിൻ്റെ മേലിലും ഒക്കെ നിങ്ങൾക്ക് കൺട്രോൾ വരണം. ഒരു ദിവസം നിങ്ങൾ ടോപ്പിൽ നിൽക്കുന്ന എന്തൊക്കെ ഇമോഷൻസ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നെഗറ്റീവ് ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് അറിഞ്ഞ് നമ്മൾ മാറ്റണം. ഓക്കെ, യെസ്, ബാക്കിയുള്ള മെയിൻ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതുവരേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പറയുക. സാമ്പത്തികമായിട്ട് ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും കടത്തെ പറ്റി സംസാരിക്കരുത്, സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കരുത്, അങ്ങനത്തെ വീഡിയോസ് കാണരുത്. ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ജോലി കിട്ടാത്ത ആൾക്കാരുടെ കാര്യത്തെ പറ്റി സംസാരിക്കരുത്, അതിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി സംസാരിക്കരുത്, ജോലി കിട്ടാത്ത ആളുകളുടെ അവസ്ഥ ഡിസ്കസ് ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ജോലി കിട്ടണം ആ ഒരു രീതിയിലുള്ള സംസാരങ്ങളെ പാടുള്ളൂ. മോട്ടിവേഷനായിട്ട് എനിക്ക് കിട്ടും, എനിക്കിത് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ വേണം സംസാരിക്കാൻ, ഉഷാറായിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ടോക്കും, നെഗറ്റീവായിട്ട് മറ്റുള്ളവരെ പറ്റി ഗോസിപ്പ് പറയുക, കംപ്ലയിൻറ്റ് ചെയ്യുക, ഒരാളെ ബ്ലെയിം ചെയ്യുക, ഇവൻ കാരണമാണ് ഞാൻ ശരിയാവാത്തത്, അവൻ കാരണമാണ് ഞാൻ ശരിയാവാത്തത്, ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉത്തരവാദിത്തം എടുക്കണം. ആരെന്ത് പെരുമാറിക്കോട്ടെ, എനിക്ക് ഒരു പ്രശ്നവും. എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്. ഞാനാണ് വിചാരിക്കുന്നത് ഇയാൾ കാരണം ഞാൻ ബുദ്ധിമുട്ടണോ,
ദുഃഖിക്കണോ വേണ്ടയോ എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഇറ്റ്സ് ഇൻ മൈ ഹാൻഡ്സ്, എൻ്റെ കയ്യിലാണ്. അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഒരാൾക്കും നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. സാധാരണ നമ്മൾ എന്താ വെച്ചാൽ തൊട്ടവാടി പോലെ ആവില്ല. ചിലവർ ഇയാളത് പറഞ്ഞു, എന്നെ വിഷമിപ്പിച്ചു, എനിക്ക് വിഷമമായി. വിഷമിപ്പിക്കാൻ എല്ലാവർക്കും പറ്റും, വെറുതെ ഒരു മൂലയിൽ പോയി വിഷമിക്കാൻ പറ്റും. പക്ഷേ സ്ട്രോങ് ആയി നിന്ന് നമ്മൾ മനസ്സിലാക്കി, ഇതൊക്കെ ഒരു അവയർനെസ് ആണ് നിങ്ങൾക്ക്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കില്ല. പലപ്പോഴും ഈ കാര്യങ്ങൾ വന്നിട്ടാണ് നമുക്ക് ഇമോഷൻസും കാര്യങ്ങളും ഹാപ്പിനെസ്സും ഒന്നും ഇല്ലാതിരിക്കുക. പക്ഷേ നമ്മളിതൊക്കെ അറിഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ മാറ്റം വരും. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള നിങ്ങൾക്ക് തരാവുന്ന ബ്ലൂ പ്രിന്റ് നമ്മൾ 2 ദിവസം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് മുൻപ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ ആ ബ്ലൂ പ്രിന്റ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് അടിമുടി മാറിയിരിക്കും. ഒരു പുതിയ ഒരു ബ്രെയിൻ, ഒരു ന്യൂറൽ കണക്ഷനാണ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. നിങ്ങളുടെ എനർജി മാറും, ഫ്രീക്വൻസി മാറും, നിങ്ങളുടെ ആ ഒരു ഗോളായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആവും. പിന്നെ യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാതിരിക്കാൻ വേറെ ഒരു വഴിയുമില്ല. ആ രീതിയിലാണ് നമ്മൾ ആ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നത്. സോ ഫസ്റ്റ് പ്രിപ്പറേഷൻ, ദെൻ നമുക്ക് അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ആൻഡ് ബൈ.